ഇന്നേ ദിവസം തിരുസഭ മാതാവ് കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. പ്രവാചകന്മാരുടെ പൂർത്തീകരണം പോലെ മോശയുടെ നിയമമനുസരിച്ച് യോസേഫും മറിയവും ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ചിത്രം വളരെ വ്യക്തമാണ്. ദൈവിക പദ്ധതികളെയും ദൈവപ്രമാണങ്ങളെയും അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് കുടുംബങ്ങൾക്ക് മാതൃകയാകുന്ന തിരുകുടുംബം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. ദൈവിക പദ്ധതികൾക്ക് അനുസരിക്കുകയും അനുസരിക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ കടമയും ഉത്തരവാദിത്വമാണെന്ന് ഈ തിരുനാളിലൂടെ മാതാപിതാക്കളായ യോസേപ്പ് പിതാവും മറിയവും നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. കർത്താവിൻ്റെ സമർപ്പണം ഒരു കാത്തിരിപ്പിൽ നിന്നും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും തിരുനാളങ്ങൾ തെളിയിക്കുന്ന വ്യക്തികളായി ശിമിയോനും അന്നയും മാറുകയാണ്. ഇവർ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഒരു കാത്തിരിപ്പും വെറുതെയാകില്ല. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ കാത്തിരിക്കുന്നവൻ കടന്നു വരിക തന്നെ ചെയ്യും. അവൻ ഒരിക്കലും നമ്മളെ നിരാശരാക്കുകയില്ല. പ്രത്യാശയുടെ ജീവിത കൈത്തിരികൾ നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും അവൻ കത്തിക്കുക തന്നെ ചെയ്യും. ഉണ്ണിയേശുവിനെ കരങ്ങളിൽ സ്വീകരിച്ച് ശിമിയോനെ സുവിശേഷം പറയുന്നത് നീതിമാനും ദൈവഭക്തനും വൃദ്ധനും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് ലഭിച്ചവനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സുവിശേഷകൻ ഇപ്രകാരം കുറിച്ചു വച്ചത്, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ലെന്ന്. അത് ദിവ്യമായ ഒരു വാഗ്ദാനമായിരുന്നു. അത് ശിമിയോനിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ശിമിയോൻ്റെ ഈ ഗുണഗണങ്ങൾ എന്നിലും നിന്നിലും രൂപപ്പെടുവാൻ ഇനി എത്ര നാളുകൾ എടുക്കേണ്ടി വരും? ഞാനും നിങ്ങളുമൊക്കെ ശിമിയോനെ പോലെ ഒരു പ്രവാചക പുരോഹിതൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചവരല്ലേ നമ്മളും? ദേവാലയങ്ങളിൽ നമ്മളും ഓരോ ദിനവും സമർപ്പിച്ചിട്ടും എന്തേ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു പരിവർത്തനം സംഭവിക്കാതെ പോകുന്നത്? ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത ശിമിയോൻ ചില പ്രവചനങ്ങൾ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. യേശുവിനെക്കുറിച്ച് ശിമിയോൻ പറയുന്നത് ഇപ്രകാരമാണ്: ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. അതേ പ്രിയമുള്ളവരെ, യേശുവിനെ കണ്ടുമുട്ടണമെങ്കിൽ, സ്വയം സമർപ്പിക്കണമെങ്കിൽ നാം പടുത്തുയർത്തിയ ചിലതൊക്കെ വീഴ്ചയിലേക്ക് വീണു പോകണം. ഞാനും നിങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഞാനെന്ന ഭാവത്തിൻ്റെയുമൊക്കെ വീഴ്ച എൻ്റെ ജീവിതത്തിലും സംഭവിക്കണം. സാവൂളിൽ നിന്നും പൗലോസിലേക്ക് ഒരു വീഴ്ച വന്നതുപോലെ, അഗസ്റ്റിനിൽ നിന്നും വിശുദ്ധ അഗസ്റ്റിനിലേക്കൊരു വീഴ്ച സംഭവിച്ചതുപോലെ, ചുങ്കക്കാരൻ ലേവിയിൽ നിന്നും വിശുദ്ധ മത്തായിലേക്ക് ഒരു പരിവർത്തനത്തിന് വീഴ്ച വന്നതുപോലെ എന്നിലും നിന്നിലും ഒരു വീഴ്ചയുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവ അനുഗ്രഹങ്ങളുടെ വാതിൽ നിന്നിലേക്ക് തുറക്കപ്പെടുക തന്നെ ചെയ്യും. ഉയർച്ചകൾ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടലിൻ്റെയും ഉപേക്ഷിക്കലിൻ്റെയും നന്മകൾ വറ്റി വരണ്ടുപോയ ജീവിതങ്ങളുടെ ഉയർച്ചകളായിരിക്കരുത്. ജീവിതത്തിൽ പലതും കെട്ടിപ്പിടിക്കുവാനും പലതും നേടുവാനും പല തിന്മകളിലേക്ക് വീണുപോയ നിൻ്റെ ജീവിതത്തിൽ ഏതു പാപിയെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കടന്നു വരുവാൻ നിനക്കും ഒരു ഉയർച്ച ആവശ്യമാണെന്ന്
ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാലികെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തലീത്ത കൂം വചനത്തിലൂടെ ആ ബാലികയെ എഴുന്നേൽപ്പിച്ചതുപോലെ, ഉയർപ്പിച്ചതുപോലെ, ലാസറിനെ കല്ലറയിൽ നിന്നും ഉയർപ്പിച്ചതുപോലെ നിൻ്റെ ജീവിതത്തിലും ഒരു ഉയർപ്പ് അനിവാര്യമാണെന്ന് തിരിച്ചറിയുക. രണ്ടാമതായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് യേശുവിനെക്കുറിച്ച് ശിമിയോൻ്റെ പ്രവചനം, ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. മൂന്നാമത് സകല ജനതകൾക്കും വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷയാണ് ക്രിസ്തുവെന്ന പ്രവചനം. നാലാമതായിട്ട് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശമായിട്ടും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. അഞ്ചാമതായിട്ട് ഇസ്രായേലിൻ്റെ മഹിമയ്ക്ക് ഉത്തമ ഉദാഹരണമായി ക്രിസ്തുവിനെ ഉയർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമർപ്പണ തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെയും ഓരോ ദിനത്തിലും ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾ ദേവാലയങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ. കൈകളിൽ കത്തിച്ച കാണിക്കത്തിരികൾ പോലെ ഉരുകുന്ന ജീവിതങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ എന്നും ഉരുകുവാനുള്ളതായിരിക്കണം. എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പിക്കുവാനായിട്ട് ഇന്ന് മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോകുവാനും ഈശോയ്ക്ക് സമർപ്പിക്കുവാനും ഒരു മെഴുകുതിരി പോലെ കത്തി ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സമർപ്പണം പൂർണ്ണമാകുന്നത് എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതിലാണ്. ദേവാലയങ്ങളിലെല്ലാം ഇന്നേ ദിവസം കാണിക്കത്തിരികൾ കത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുകയും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുക. ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും ദൈവത്തോടും ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ഇന്നിൻ്റെ തലമുറകൾക്ക് സാധിക്കട്ടെ. ഉരുകിത്തീരുന്ന ഓരോ മെഴുകുതിരിയും സമർപ്പണത്തിൻ്റെ പ്രതീകമായി മാറുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം സമർപ്പണത്തിൻ്റെ ഒരു തിരുനാളമായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ഈ സമർപ്പണ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഒരിക്കൽ മാത്രം സമർപ്പിക്കുന്നവരാകരുത്. ഓരോ ദിനത്തിലും പ്രഭാതത്തിൽ ദിവ്യബലി അർപ്പണ വേളകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്തു ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സമർപ്പിക്കുമ്പോൾ അതൊരു ബലിപുഷ്പമായി തിരുനാളമായി മാറുകയും ചെയ്യും.